കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് UDF പ്രവർത്തകരെ തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും തലക്കടിച്ച് രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്ത കേസിൽ അട്ടിമറി നടത്തിയ ADGP MR അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി എന്നുള്ള ആരോപണം വരുമ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത് എനിക്ക് അങ്ങനെ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ്. അത് ഞങ്ങൾ ചോദിച്ചു വാങ്ങിക്കാറില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചു വാങ്ങിക്കാറില്ല, കൊണ്ട് തരുമ്പോൾ നമ്മൾ നോക്കുക എന്നുള്ളതാണ്. അത് യാതൊരു പ്രസക്തിയില്ലാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ചോദിച്ചു വാങ്ങണം അങ്ങനെയാണെങ്കിൽ, കാരണം അത്രത്തോളം വൃത്തിയുടെ കാണിച്ച ഒരാളാണ് ഈ ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഒരാളുടെ നടപടി എന്തായെന്നുള്ളത് വിശദീകരണം ചോദിക്കണം DGPയുടെ അടുത്ത്. റിപ്പോർട്ട് കിട്ടിയോ, അത് എന്ത് ചെയ്തു, അതിന് വരുന്ന നടപടി എടുത്തു എന്നുള്ളത് ആഭ്യന്തരം അറിയിക്കേണ്ടതാണല്ലോ DGP. എനിക്ക് അറിഞ്ഞുകൂടാൻ തോന്നിയിട്ട് കാര്യമില്ലല്ലോ. അതായത് സർക്കാർ അധികാരത്തിലേറിയതിന് പിന്നാലെ ശരവേഗത്തിലാണ് ഈ അന്വേഷണം സംബന്ധിച്ച് നടപടികളെല്ലാം നീങ്ങിയത്. VD സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യം നടത്തിയ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ ഇട്ട ആദ്യ ഉത്തരവായിരുന്നു ഈ SIT രൂപീകരിച്ചുകൊണ്ട് ഇതിൽ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ, അതായത് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളുടെ തലയടിച്ച് കീറിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള അന്വേഷണം സംബന്ധിച്ച ഉത്തരവ്. പെട്ടെന്ന് തന്നെ ഈ ഷൗക്കത്ത് അലിയെയും ബിജു പൗലോസിനെയും ടീം ലീഡേഴ്സാക്കി വെച്ചുകൊണ്ട് പ്രത്യേക സംഘത്തെ ഉദ്യോഗസ്ഥന്മാരാണ് നിയോഗിച്ചിട്ടുള്ളത്. അതെ, ശരവേഗത്തിൽ തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോയി എന്ന് മാത്രമല്ല, ഇവർക്കെതിരെ കേസെടുത്തു, ജാമ്യമില്ലാ വകുപ്പിട്ട് കേസെടുത്തു. അത് അവിടെ വീണ്ടും ഈ പ്രോസിക്യൂഷൻ്റെയും കോടതിയുടെയും ഇടപെടലിനെ തുടർന്ന് ഈ 3 പേർക്കും മുൻകൂർ ജാമ്യം ലഭിക്കുകയുണ്ടായി. അത് ലഭിച്ചെങ്കിൽ പോലും അന്വേഷണം നേർവഴിക്ക് തന്നെ മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ ബോധ്യപ്പെട്ട ഒരു കാര്യം, തലക്കടിച്ചത് മനഃപൂർവ്വം തന്നെയാണ്. ഈ ഗവൺമെന്റ് ആനിലും സംഘവും തന്നെയാണ് തലക്കടിച്ചത്. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ ഈ ADGP ആയിരുന്ന MR അജിത് കുമാറിന്റെ നിർദ്ദേശാനുസരണമാണ് ഇവർ വഴിനീളെ ഈ വലിയ വടിയും കൊണ്ട് കിടന്ന് പ്രതിഷേധിക്കാൻ കരിങ്കൊടി കാണിച്ചവരെല്ലാം അടിച്ചൊതുക്കിയത്. ഭീകരമായി അടിച്ചൊതുക്കാൻ തന്നെയാണ് നിർദ്ദേശം എന്നാണ് പറയപ്പെടുന്നത്. പിണറായിക്ക് കരിങ്കൊടി കാണിക്കാൻ വരുന്നവരെയല്ല. ഈ ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ അമിതമായ രാഷ്ട്രീയക്കാരത്തിൽ വിധേയത്വം കാണിക്കാൻ പോകുമ്പോൾ ഉണ്ടല്ലോ, ഉറപ്പാണ് ഒരു ഘട്ടത്തിൽ അവർക്ക് ഇതിൻ്റെ വലിയ തിരിച്ചടി കിട്ടും. അതുപോലെ അവരെ സംരക്ഷിച്ച രാഷ്ട്രീയക്കാർക്ക് ഇത് കരുണാകരൻ്റെ ജയറാം മെഡിക്കലിൻ്റെ കേസിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ജയറാം മെഡിക്കൽ കരുണാകരനോട് മറ്റും അമിതമായ വിധേയത്വം കാണിക്കും. അത് ഒരു പരിധിവരെ ജയറാം മെഡിക്കലിന് ദോഷമാവുകയും പിന്നീട് കരുണാകരനും ദോഷമായി തീർന്നു. രമണ ശ്രീവാസ്തവയുടെ കാര്യത്തിലൊക്കെ തന്നെ കരുണാകരൻ്റെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചത് അത് തന്നെയാണ്. ഇതിപ്പോൾ ശരിക്കും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഈ തലക്കടി മാത്രമല്ല, അതിനുശേഷം ഈ യുവാക്കൾ കൊടുത്ത പരാതിയിൽ ചൈത്ര തെരേസ ജോൺ എന്ന് പറയുന്ന അന്നത്തെ ആലപ്പുഴ SP-യും അന്നത്തെ ആലപ്പുഴ DYSP-യും എല്ലാം ഈ ഗൺമാന്മാരുടെ ഭാഗത്ത് വീഴ്ച വന്നു എന്നുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയത്. അതായത് ലോക്കൽ പോലീസ് പിടിച്ചു മാറ്റി അവരുടെ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന ആളെയാണ് അവരുടെ അനുവാദമോ സമ്മതമോ കൂടാതെ ഇവർ അതിക്രമിച്ച് കടന്ന് അവിടെ ചെന്ന് വലിയ ആയുധം ഉപയോഗിച്ച്, അതായത് പോലീസ് മാനുവലിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു വടി ഉപയോഗിച്ച്, ഗൺമാന്മാർക്ക് ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഉപയോഗിക്കാവുന്ന റിവോൾവറാണ്, അത് അല്ലാതെ ഇവർ ഈ വടിയും എടുത്തുകൊണ്ട് വന്ന് ഈ 2 പേരെ തല അടിച്ച് പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ എല്ലായിടത്തും മരണകാരണം പോലും അടിയായിരുന്നു. അവർക്ക് അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട്, ആ 2 റിപ്പോർട്ടും അവർ പൂഴ്ത്തി. ഇത് ADGP വിളിച്ചു വരുത്തി ഈ എഴുതിയ ഉദ്യോഗസ്ഥനെ കൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് തിരുത്തി എഴുതിയിട്ട് അത് കോടതിയിൽ സമർപ്പിച്ചു. അതായത് ഇവർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. പോലീസിൽ പരാതി കൊടുത്തിട്ടും ഈ ചെറുപ്പക്കാരെ മർദ്ദിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകാൻ വന്നപ്പോൾ അവർ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തു. അപ്പോൾ അതിനെതിരെ ഈ അജിത് കുമാർ ഈ ഉദ്യോഗസ്ഥരെ ഡയറക്റ്റ് വിളിച്ച് ADGPയുടെ ഓഫീസിൽ വരുത്തി അയാൾ പറയുന്ന പോലെ എഴുതാൻ പറഞ്ഞു. അയാൾ വയനാട്ടിൽ പുത്തുമലയല്ല ചൂരൽമലയിൽ അവിടെ നിന്നുകൊണ്ടാണ് അയാൾ ഇത് നിയന്ത്രിക്കുന്നത്. ഇവിടെ 2 അദ്ദേഹത്തിന്റെ കിങ്കരന്മാർ, 2 ഗ്രേഡ് SI-മാരെ വെച്ചുകൊണ്ടാണ് ചെയ്തത്. ഈ ഗ്രേഡ് SI-മാർ വന്ന് DFC പിടിച്ച് വിരട്ടി ആരെയൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം അധികാരം അവർക്ക് കിട്ടുന്ന പിന്നീട് പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തപ്പോൾ ഇവർ പൊട്ടിക്കരയുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലാതെ ADGP പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ ചെയ്തു എന്നാണ് പറഞ്ഞത്. ഇതിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥർ അന്ന് എന്തോ തലച്ചുറ്റോ മറ്റോ വന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇയാൾ പിടിച്ച് വിരട്ടിയപ്പോൾ. അങ്ങനെ എല്ലാ മൊഴികളും തെളിവുകളും അജിത്തിനെതിരെ വരികയും ഈ കേസ് അന്വേഷിച്ച ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള സംഘം MR അജിത് കുമാറാണ് ഇതിൻ്റെ പിന്നിലെന്ന് കാണിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി DGPക്ക് കൈമാറുകയും ചെയ്തു. ഇല്ലേ, ഈ അജിത് കുമാറിനെ ചോദ്യം ചെയ്യാമായിരുന്നു. അത് അയാളുടെ പൊസിഷനിലോ അയാളുടെ മേളിലോ ഉള്ള ഒരാളാണ് ഈ കേസ് അന്വേഷിക്കുന്നതെങ്കിൽ ഈ അജിത് കുമാറിനെ ചോദ്യം ചെയ്യാമായിരുന്നു. പക്ഷേ ഇത് ഈ വെറും ഒരു SP-ക്ക് ADGPയെ ചോദ്യം ചെയ്യാനോ അല്ലെ അയാൾക്കെതിരെ അന്വേഷണം നടത്താനോ അവകാശമില്ലാത്തതുകൊണ്ടാണ് അത് DGPക്ക് കൊടുത്തത്. DGPക്ക് ഇത് അന്വേഷണം നടത്തണമെങ്കിൽ ആഭ്യന്തര മന്ത്രിയുടെ അനുവാദം വേണം.
അപ്പോൾ അങ്ങനെ ഈ റിപ്പോർട്ടിനകത്ത് കർശന നടപടിക്ക് അജിത്തിനെതിരെ ശുപാർശ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് DGPയുടെ ഓഫീസിലെത്തി. DGP ഇതെല്ലാം പരിശോധിച്ചു. ഇത് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാൻ, ആഭ്യന്തര സെക്രട്ടറി മുഖേന ആഭ്യന്തരമന്ത്രിക്ക് കൈമാറാൻ തീരുമാനിച്ചു. ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് അതിപ്പോൾ ഇങ്ങോട്ട് തരണ്ട എന്ന് മന്ത്രിയുടെ ഓഫീസിൽ രമേശ് ചെന്നിത്തല തന്നെ ഉത്തരവിട്ടു എന്നാണ്. അവിടെ തന്നെ വെച്ചിരുന്നാൽ അത് അവിടെ ഇരുന്നോട്ടെ. കാരണം ഈ പ്രൊമോഷൻ കമ്മിറ്റി കൂടുന്നുണ്ട്. അജിത് കുമാറിനെ DGP ആക്കണം, DGP ഗ്രേഡിലേക്ക് ഉയർത്തണം. അതിനുശേഷം മാത്രമേ തരാവൂ എന്നുള്ളത്. ജൂലൈ 31-നാണ് പ്രൊമോഷൻ കമ്മിറ്റി. ജൂലൈ 31-നകം ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇയാളുടെ പ്രൊമോഷനെ ബാധിക്കും. ഇയാളെ ചിലപ്പോൾ ഇയാൾക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കേണ്ടി വരും, വകുപ്പ് തല നടപടി സ്വീകരിക്കേണ്ടി വരും, ഒരുപക്ഷെ സസ്പെൻഷൻ പോലും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ DGP എന്ന് പറയുന്ന പദവിയിലേക്ക് താഴേക്ക് പോകും. ഇത് മുൻകൂട്ടി കണ്ട് MR അജിത് കുമാർ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലും വീട്ടിലുമായിട്ട് കയറി ഇറങ്ങി നടക്കുകയായിരുന്നു എന്നുള്ള വിശ്വസനീയമായിട്ടുള്ള കേന്ദ്രങ്ങളിൽ നിന്നുള്ള അറിവുകൾ. അയാൾക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരുപാട് വ്യവസായികളൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നു. വ്യവസായികളും ഇയാളൊക്കെ വരുമ്പോഴത്തേക്കും കോൺഗ്രസ് പ്രവർത്തകരെക്കാളും പ്രധാനപ്പെട്ടതാണല്ലോ വ്യവസായികൾ. അപ്പോൾ അതുകൊണ്ട് ഈ അജിത് കുമാർ ആയിരുന്നു ഈ ലിങ്ക്, അതായത് കേന്ദ്ര സർക്കാരും ഈ പറയുന്ന കേരള സർക്കാരും തമ്മിലുള്ള ലിങ്കുകളിൽ പ്രധാനപ്പെട്ട ഒരാൾ അജിത് കുമാർ ആയിരുന്നു, പിണറായി വിജയൻ്റെ. അതേ അജിത് കുമാറിനെ അതായത് സ്വന്തം പാർട്ടിക്കാരൻ്റെ, വേറെ ആരുടെ അല്ല, വേറെ ആരുടെ ഒരു സാധാരണക്കാരൻ്റെ അല്ല, ഇവിടുത്തെ ഒരു MLA ആയിട്ടിരിക്കുന്ന AD തോമസിൻ്റെയും ഇവരുടെ തന്നെ സെനറ്റ് അംഗമായിട്ടിരിക്കുന്ന അല്ലേ സിൻഡിക്കേറ്റ് അംഗമായിട്ടിരിക്കുന്ന അജയ് ജുവൻ കുര്യാക്കോസിൻ്റെയും തലയാണ് അടിച്ചു കീറിയത്. അവരെ രക്ഷിക്കും, അവർക്കെതിരെ നടപടി സ്വീകരിച്ചവരെ ഞങ്ങൾ ഉടൻ നടപടിയെടുത്ത് ഏതാണ്ട് അങ്ങ് കാണിച്ചു കളയും എന്ന് പറഞ്ഞ് വലിയ ബഹളത്തിൽ വന്നതാണ്. ഇപ്പം ദാണ്ട കിടക്കുന്നു, മല പോലെ വന്ന എലി പോലെയായി. അവരുടെ തലക്കടി കൊണ്ട് മൃതപ്രായരായ പ്രവർത്തകരെക്കാൾ വലുത് രമേശ് ചെന്നിത്തല അടക്കമുള്ള രാഷ്ട്രീയക്കാർക്ക് ഇതുപോലെയുള്ള ADGPമാർ സഹായിക്കാൻ നിൽക്കുന്ന പ്രവാസി. എന്നിട്ട് ഇന്നലെ ഇതേക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ക്ഷുഭിതനാകുകയാണ്. എന്താണ് ഈ റിപ്പോർട്ട് എനിക്ക് കിട്ടണ്ടേ? ഇത് ആഭ്യന്തര സെക്രട്ടറി വഴി എനിക്ക് കിട്ടണ്ടേ? എന്തുകൊണ്ട് കിട്ടാൻ താമസം? ഇദ്ദേഹം ഈ യുവാക്കൾ തലക്കടി കൊണ്ട് യുവാക്കളുടെ കാര്യത്തിൽ അല്പമെങ്കിലും വറീഡ് ആണെങ്കിൽ അല്ലെ കൺസേൺഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം? അദ്ദേഹം ഇത് ചോദിച്ചു വാങ്ങും. K മുരളീധരനായിരുന്നു ആയിരുന്നു KPC പ്രസിഡന്റ്, BM സുധീരനായിരുന്നു KPC പ്രസിഡന്റ്, ഉറപ്പായിട്ടും സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇത് ചോദിച്ചു വാങ്ങണം. അത് ചോദിച്ചു വാങ്ങാതെ അതവിടെ പൂഴ്ത്തി വെക്കാൻ പറഞ്ഞതിന് ശേഷം പുറത്തിറങ്ങി നിന്ന് മാധ്യമങ്ങളുടെ മുന്നിൽ ക്ഷുഭിതനായിട്ട് യാതൊരു കാര്യമില്ല. ഇത് എല്ലാവരും ഇവിടെ അറിയാവുന്ന, ഇത് പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പൊ എവിടെ നടന്നാലും അത് കൃത്യമായിട്ട് മാധ്യമങ്ങൾക്ക് ഈ വിവരം ലഭിക്കും. ആരൊക്കെയാണ് ഇതിന്റെ പിന്നിലുള്ള കാര്യം പോലും എല്ലാവർക്കും അറിയാം. ഇപ്പൊ DGPക്ക് സഹിതം ഇയാൾക്കെതിരെ നടപടി എടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഈ റിപ്പോർട്ട് അതിവേഗത്തിൽ കൈമാറിയത്. ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ ഇത് ചവിട്ടി വെച്ചിരിക്കുന്നു. ആഭ്യന്തര മന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് പൂഴ്ത്തിവെക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നു. ഈ പറയുന്ന രമേശ് ചെന്നിത്തല ഈ 31-നകം ഈ റിപ്പോർട്ട് വായിക്കുമോ? ഇദ്ദേഹത്തിന് ഇത് കൊടുത്തില്ലെന്ന് വിചാരിക്കും. ആഭ്യന്തര സെക്രട്ടറി കൊടുത്തില്ല, അദ്ദേഹം ആവശ്യപ്പെടണം. മന്ത്രി വിളിച്ചു വരുത്തണം, ഫയൽ വിളിച്ചു വരുത്തുക. ആഭ്യന്തരമന്ത്രിയല്ലേ ഫയൽ വിളിച്ചു വരുത്തുക. എന്താ വിളിച്ചു വരുത്താത്ത? ഇവർ ജനപ്രതിനിധിയല്ല, ഉദ്യോഗസ്ഥനല്ല. രമേശ് ചെന്നിത്തല സർക്കാർ ഉദ്യോഗസ്ഥനല്ല, ജനപ്രതിനിധിയാണ്. ജനങ്ങളോട് കുതിര കയറി ഇത്രയും 2 വ്യക്തികളെ അതിക്രൂരമായി കൊല്ലാൻ വരെ കാരണമാക്കുന്ന സാഹചര്യത്തിൽ മർദ്ദിച്ച റിപ്പോർട്ടിംഗ് രമേശ് ചെന്നിത്തലയുടെ ഇരട്ടത്താപ്പും അദ്ദേഹത്തിന്റെ ഉരുണ്ടുമറിയലും ചാടിക്കയറലും പഴയ സ്കൂളാണ്, അതിന്റെ ഒരു പ്രശ്നമാണ്. അത് പക്ഷേ കാലം മാറി. അത് ന്യൂജനാണ്, കാര്യം അറിയാം. ഇത് ഇദ്ദേഹം ഇപ്പോഴും പഴയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരാളാണെന്ന് തോന്നുന്നു. കാരണം ഈ രമേശ് ചെന്നിത്തല തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കുന്നത്. കെ മഹേശൻ കേസിൽ അന്ന് ചോദ്യം ചോദിച്ച മാധ്യമങ്ങളെ ഇങ്ങനെ അപഹസിക്കുകയാണ് ചെയ്തത്. എനിക്ക് കോപ്പിയാണ് കിട്ടിയെന്ന് പറഞ്ഞു. അല്ല അയാളെ ചോദിക്കുന്ന എന്താണ്, പിന്നെ സ്പെഷ്യൽ ടീമിനെ നിയോഗിച്ചു. അപ്പോൾ അത് എന്ത് സാധനമാണെന്ന് ഇയാൾ ചോദിക്കും. SITയോ അത് എന്ത് സാധനമാണെന്ന്. അത് അപ്പോൾ എന്താണ് ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകരെ കളിയാക്കി, ഇതൊക്കെ ഒന്നും അറിയാത്ത പോലെ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം ഇവിടെ ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ ദിനപത്ര കാലഘട്ടമല്ല, പ്രിന്റ് മീഡിയ കാലഘട്ടമല്ല, പഴയ ചാനൽ കാലഘട്ടമല്ല. ഈ കാലഘട്ടത്തിൽ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് പോയി. എവിടെ ഉണ്ടായാലും ആ നിമിഷം ജനം പ്രതി. എന്തുകൊണ്ടാണ് പിണറായി വിജയനും കിണർകോലും ഒക്കെ ഓരോ പോസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ അതിനടിയിൽ 1400 കമൻറ്റ് വന്നാൽ അത് 1400 അവർക്കെതിരെയുള്ള തെറിയാകുന്നത് എന്തുകൊണ്ടാണ്? അത്രയ്ക്ക് ഇവിടുത്തെ ജനങ്ങൾ വെറുത്തതുകൊണ്ടാണ്. ആ ജനങ്ങൾക്ക് നേരത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലായിരുന്നു ഇത് പ്രകടിപ്പിക്കാൻ. അല്ല, ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി ഇടപെടണം ഇക്കാര്യത്തിൽ. ഇപ്പൊ ഈ പ്ലാറ്റ്ഫോം ഉണ്ട്, ജനത്തിന്റെ കയ്യിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അവർ അതിലൂടെ പ്രതികരിക്കും. അതൊരു അഭിപ്രായ സമന്വയം ഉണ്ടാക്കും, ഒരു അഭിപ്രായം സ്വരൂപിക്കപ്പെടും. അത് എത്ര വലിയ കൊമ്പനായാലും അവർക്കെതിരെ അതൊരു വലിയ കാറ്റായിട്ട് ആഞ്ഞടിക്കും. കടപുഴകി വീഴുക തന്നെ ചെയ്യും. പിണറായി വിജയൻ തന്നെ ഉദാഹരണം, വേറെ ഒന്നും നിങ്ങൾ മുന്നോട്ട് പോകണ്ട. രമേശ് ചെന്നിത്തല ഇപ്പോൾ കാണിക്കുന്ന ഇരട്ടത്താപ്പും ഈ സ്വന്തം പാർട്ടിക്കാരുള്ള വഞ്ചനയും, അത് നയവഞ്ചന എന്ന് തന്നെ പറയാം. ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കുന്നവരല്ല ഇവിടുത്തെ മാധ്യമങ്ങൾ എന്നുകൂടി ഓർക്കുക.